നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. പെരുമാറ്റ ദൂഷ്യത്തിന് പാർട്ടിയും മുന്നണിയും പുറത്താക്കിയ ഒരാൾ നിയമസഭയിൽ പ്രത്യേകമായി ഇതിനു മുമ്പ് വന്നിരുന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അയിത്തവും മാറ്റി നിർത്തലുകളും വർജിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ചെയ്യുന്നത് അയിത്തമല്ല, കുറ്റവാളിയിൽ നിന്ന് മാറിയിരിക്കുക എന്ന നയം ജയിപ്പിച്ചുവിട്ട പാർട്ടിയും മുന്നണിയും നടപ്പാക്കിയതാണ്. പക്ഷേ ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവയ്പ്പിക്കാതിരിക്കാൻ കോൺഗ്രസിലെ ഒരു കൂട്ടം നടത്തിയ നീക്കത്തിന്റെ വിജയമാണ് ഇപ്പോൾ കണ്ടത്. ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് ശിക്ഷ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക, അതോടൊപ്പം തന്നെ MLA ആയി തുടരുന്നു എന്നും ഉറപ്പാക്കുക. ആരോപണം നേരിട്ട വേറെയും MLA മാരുണ്ടല്ലോ എന്ന ചോദ്യമൊന്നും ഇവിടെ നിലനിൽക്കില്ല. അവരും രാജിവെക്കേണ്ടത് തന്നെയായിരുന്നു. എന്നാലും അവർക്കെതിരെയൊന്നും ഇങ്ങനെ ഒരുപാട് പേരെ വഞ്ചിച്ച ആരോപണം ഉണ്ടായിരുന്നില്ല. ഒരാളുടെ പരാതിയിലുണ്ടായ കേസുകളാണ് ആ അംഗങ്ങൾ നേരിട്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരുടെയും പരാതിയില്ല. പക്ഷേ ഒരുപാട് പേരുടെ വെളിപ്പെടുത്തലുകളുണ്ട്. ഒരു സീരിയൽ കുറ്റവാളിയുടെ കുബുദ്ധിയോടെ നിരവധി പേരെ വഞ്ചിച്ചു എന്നാണ് ആ പരാതി. അതിലേറെ ആളുകളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി സമീപിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിന് തെളിവ് ആ ശബ്ദരേഖകളാണ്. അതൊന്നും തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുമില്ല.